ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. നമ്മൾ ഇന്ന് കശ്മീരിലെ ദൂദ് പത്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മിക്കവരും ഈ കശ്മീർ പാക്കേജ് എടുക്കുമ്പോൾ ദൂദ് പത്രി ഇൻക്ലൂഡ് ചെയ്യാറില്ല. നമ്മൾ ഇന്ന് ഈ ഓഫ് ബീറ്റ് ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. ഇന്ന് ഏപ്രിൽ 11 ആണ് ദിവസം. നമ്മൾ പോകുന്ന വഴിയിൽ ഈ കാണുന്നതെല്ലാം ആപ്പിൾ മരങ്ങളാണ്. ഇത് ജസ്റ്റ് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൂദ് പത്രി യാത്രയിൽ നമ്മൾ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീടുകൾ കാണാം. വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ ആളുകൾ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറേ പേര് ആടിനെ മേയിച്ച് നടക്കുന്നതും കാണാൻ പറ്റും. ശ്രീനഗറിൽ നിന്നും ദൂദ് പത്രിയിലോട്ട് ഏകദേശം 45 കിലോമീറ്റർ ദൂരമാണുള്ളത്. ദൂദ് പത്രി എന്ന വാക്കിൻ്റെ അർത്ഥം വാലി ഓഫ് മിൽക്ക് എന്നാണ്. പണ്ട് വിശുദ്ധനും കവിയുമായ ഷെയ്ഖ് ഉൽ ആലം ഇവിടെ എത്തുകയുണ്ടായി. ഈ പുൽമേടുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വെള്ളം തേടി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു വടിയെടുത്ത് കുത്തി നോക്കിയപ്പോൾ വെള്ളത്തിന് പകരം പാലാണ് വന്നത്. പാൽ കുടിക്കുവാൻ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പാൽ വെള്ളത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയെന്നാണ് കഥ. ഈ പുൽമേടുകളിലൂടെ ഒഴുകുന്ന ദൂദ് പത്രിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ പാലിൻ്റെ ഒരു കളറാണ്. പോകുന്ന വഴിയിൽ കുട്ടി ഫുഡ് സ്റ്റാളുകൾ കാണാം. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആളുകളുടെ മെയിൻ ഭക്ഷണം മെയ്സ് പറാത്തയാണ്, ചോളത്തിൻ്റെ പൗഡർ കൊണ്ടുണ്ടാക്കിയ പറാത്ത. അപ്പോൾ അതിൻ്റെ സ്റ്റാളുകളാണ് ഇതെല്ലാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങാം. ഇതാ നമ്മൾ കശ്മീരിലെ ബ്യൂട്ടിഫുൾ ഓഫ് ബീറ്റ് ലൊക്കേഷനായ ദൂദ് പത്രിയിലെത്തി. പറഞ്ഞ പോലെ ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും എത്തിയിട്ടില്ല. കണ്ണെത്താ ദൂരത്തോളം ഇവിടെ പുൽമേടുകളാണ്. ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. നമ്മളിവിടെ പാർക്കിംഗ് ലോട്ടിലെത്തി. ഇവിടെ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് കുറച്ച് നടന്നാൽ ദൂദ് പത്രി റിവറിൻ്റെ അടുത്തേക്ക് എത്തും. ദൂദ് പത്രി റിവറിൻ്റെ ശരിക്കുള്ള പേര് ഷാലിഗംഗ എന്നാണ്. നമ്മളവിടെ എത്തിയതും കുറേ കുതിരക്കാർ നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളിനേക്കാൾ അധികം കുതിരകളും കുതിരക്കാരുമാണ്. 1-2 പേര് മാത്രമാണ് പോണി റൈഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും നടക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ പോണി റൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവർ നമ്മുടെ പിന്നാലേന്ന് പോകുന്നില്ല. ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ചില സമയങ്ങളിൽ അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും. കുതിരക്കാർ ഇപ്പോഴും നമ്മുടെ പിന്നാലെന്ന് പോയിട്ടില്ല. പോണി റൈഡ് ചെയ്യാനായിട്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടമാണ്. ഇന്നിപ്പോൾ അവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിലാണ് ആകെ കൂടിയുള്ളൊരു പ്രതീക്ഷ. നമ്മളും പോണി റൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ ഡെയിലി ഏർണിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. തിരിച്ചു വരുമ്പോൾ പോണി റൈഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുതിരക്കാരുടെ അടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് റേറ്റ് ഒന്നും കൂടെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് 600 രൂപ എന്നുള്ളൊരു റേറ്റ് ഫിക്സ് ആക്കി. ഈ പോണിയുടെ പുറത്താണ് ഞാൻ കയറുന്നത്. ഇതിൻ്റെ പേര് ഹംസഫർ എന്നാണ്. ദൂദ് പത്രിയിലെ ടൂറിസം ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്ഥലം ഒരു അൺടച്ച്ഡ് ബ്യൂട്ടി തന്നെയാണെന്ന് പറയാം. നമ്മൾ നടന്ന് ദൂദ് പത്രിയും അല്ലെങ്കിൽ ഷാലിഗംഗ റിവറിൻ്റെ അടുത്ത് എത്താറായി.
ഇവിടെ ഒരു മാഗി നൂഡിൽസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നൂഡിൽസ് ഓർഡർ ചെയ്തു. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ചൂട് മാഗി, അടിപൊളി ടേസ്റ്റ്. ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ്. കുതിരപ്പുറത്ത് കയറി. എൻ്റെ വെയിറ്റ് കുതിരയ്ക്ക് താങ്ങുമെന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ഈ പുൽമേടിൽ കൂടിയുള്ള പോണി റൈഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ഏരിയ ദൂത്പത്രിയുടെ എൻട്രൻസിൻ്റെ അവിടെയുള്ള ഒരു മെഡോ ആണ്. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ പോലീസ് നമ്മുടെ അടുത്ത് പോണിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഈ ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് പോണി അലൗഡ് അല്ല. ഇതൊരു അടിപൊളി ലൊക്കേഷൻ ആണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സാരി എടുത്ത് കുറച്ച് റീൽസൊക്കെ ചെയ്തു. ആളുകളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഒത്തിരി ഇഷ്ടപ്പെട്ടു. തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ വരുന്ന വഴി കുറച്ച് ഫുഡ് സ്റ്റോൾസ് കണ്ടല്ലോ, അവിടെ നിർത്തി ഇവരുടെ ട്രഡീഷണൽ ഭക്ഷണമായ മെയ്സ് പൊറോത്ത ഓർഡർ ചെയ്തു. ഇതുപോലത്തെ കുറേ സ്റ്റോളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഏതിൽ കയറണമെന്ന് നമുക്ക് കൺഫ്യൂഷനാവും. എല്ലാവരും നമ്മുടെ വരവും കാത്ത് ഇരിക്കുകയാണ്, അവരുടെ സ്റ്റോളിൽ കയറുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, രണ്ട് പേര് വെച്ചിട്ട് വേറെ വേറെ സ്റ്റോളുകളിൽ കയറി. അപ്പോൾ ആർക്കൊരു പരാതി ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും കച്ചവടം കിട്ടുകയും ചെയ്യും. ഇതാണ് മെയ്സ് പൊറാത്ത. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ചീരയാണോ അത്? ചീര പോലെ കറി, പിക്കിൾ, വലിയ കുഴപ്പമില്ല, ടേസ്റ്റി. പറാത്തയുടെ കൂടെ കിട്ടിയ അയലക്കറി ഉണ്ടല്ലോ, അത് ഉലവച്ചീരയുടെ സബ്ജിയാണെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കാവ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തു, അത് കാരണം തണുപ്പൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് കാവ കുടിക്കാമെന്ന് വിചാരിച്ചു. കാവ പൗഡർ റെഡിമെയ്ഡായി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നാട്ടിലോട്ട് കുറച്ച് വാങ്ങിക്കൊണ്ടുവരണമെന്നുണ്ട്. ശ്രീനഗറിലെത്തി അവിടെ ഏതെങ്കിലും ബസാറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാവ പൗഡർ റെഡിമെയ്ഡായി കിട്ടും. ഇത് തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ ഒരു സ്വീറ്റാണ്. ഇതും വാങ്ങി. നമ്മുടെ കശ്മീർ യാത്ര ഏകദേശം തീരാറായി. നാളെയും കൂടിയാണ് നമ്മളിവിടെ കശ്മീർ കറങ്ങുന്നുള്ളൂ. മറ്റന്നാൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകും. ട്രിപ്പ് അവസാനിക്കാറാവുമ്പോഴാണ് ഈ ആടുകളും ആട്ടിടയന്മാരും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ കൂടുതൽ കാണുന്നത്. ദൂത്പത്രിയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.